ഇസ്മി എന്നത് അള്ളാഹുവിന്റെ കാവലിനും കരുതലിനും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ റബ്ബിന്റെ, റഹീമായ റബ്ബിന്റെ, ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാഹ്, അതാണ് റഹ്മാൻ. വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹ്, അള്ളാഹുവിന്റെ ഇരു ലോകത്തിന്റെയും കാരുണ്യത്തിന്റെ ചിത്രം വരച്ച് കാണിക്കുന്ന ഒന്നാമത്തെ പേരാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. അതിന്റെ മേലെ വേറൊന്നിനെ സ്നേഹിക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോ കുറെ കള്ള സൂഫികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. മിനിഞ്ഞാന്ന് ഞാനൊരു പാട്ട് കേട്ടു, ഒരു ചങ്ങാതിയുടേതാണ്. 313 ബദരീങ്ങളുടെ സ്ഥാനത്ത് CM മടവൂര് നിൽക്കുമെന്നാണ്. അസ്സലാമു അലൈക്കും. ഇത് ഹാരിസ് മദനി ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ മണ്ണാർക്കാട് ടൗണിൽ ഹനഫി മസ്ജിദിൽ ഖത്തീബാണ്. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വിഷയവുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അദ്ദേഹം പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ആ റഹ്മാനും റഹീമുമായ അള്ളാഹു എന്താണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞു, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് റേഞ്ചാണ്, എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിനു മുകളിൽ നിൽക്കുന്ന ബദ്രീനെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ CM മടവൂരിനെ എത്തിച്ച ഇത് മദനി ഉസ്താദെ, നമ്മൾ ഏതായാലും ഈ ഒരു തരത്തിലുള്ള സംസാരമൊന്നും നേരിട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുവാൻ ആരാണ് ഇതിനൊക്കെ ഇവർക്ക് വളം വെച്ച് കൊടുത്തത്? ഇപ്പൊ കള്ളസൂഫി എന്നാണ് താങ്കൾ പറഞ്ഞത്. കള്ളസൂഫി സൂഫി ഒക്കെ കണക്കാണ്. ഈ കള്ളസൂഫി എന്ന് താങ്കൾ പറയുന്ന ഇതുപോലെയുള്ള ആ പാട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിനിടയ്ക്ക് കേൾക്കാം. കള്ളസൂഫികളായ ആളുകൾ ഇതുപോലെ CM മടവൂരിനെ ഏതോ ദർജയിലേക്ക്, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുത്തുബുൽ ആലം എന്നുള്ള ഒരു വാക്ക് ആരാണ് ഉപയോഗിച്ചത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട ഷെയ്ഖ് മടവൂരാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ്, വീണ്ടും കാണിക്കുന്നില്ല. അന്നൊന്നും താങ്കൾ ഇത് തിരുത്താറുന്നത് എന്തുകൊണ്ട് എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും അദ്ദേഹം കുറച്ചുകൂടി പറയട്ടെ, ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. CM മടവൂർ എന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ കോഴിക്കോട് ജീവിച്ചിട്ടുണ്ട്. വലിയാണ് എന്ന് മുസ്ലിം സമൂഹം അംഗീകരിച്ച ആളാണ്. കറാമത്തുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള ആളാണ്. മഹാനവറുകളെ സിയാറത്ത് ചെയ്യലും നല്ലതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വലിയാണ് എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെ വലിയ? അള്ളാഹുവിൻ്റെ വലിയ. അള്ളാഹു അത് സ്ഥിരപ്പെടുത്തിയിട്ട് നമ്മൾ അറിയിച്ചായിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ ലക്ഷണം നോക്കി വലിയനെ നിശ്ചയിച്ചു എന്നുള്ള. ഓക്കെ, കറാമത്ത് സ്ഥിരപ്പെട്ടാന്നാ പറഞ്ഞത്. എന്താണ് കറാമത്ത്? സ്ഥിരപ്പെട്ട കറാമത്ത് ഏതാണ് ഉസ്താദെ? ഭക്ഷണം കഴിക്കുകയാണ്, പണം കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കടക്കാരൻ പിടിച്ചു നിർത്തി ഉടുമുണ്ട് ഊരി വാങ്ങി വെച്ചപ്പോ അണ്ടർഡ്രോയറിൽ മാത്രം പൊന്തയിൽ പോയി ഒളിച്ച സമയത്ത് ഇവരൊക്കെ പറഞ്ഞ ഒരു കറാമത്താണത്. അദ്ദേഹം ആ ഹോട്ടൽ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു കറാമത്ത് നടന്നിട്ടേ ഇല്ല. CM മടവൂരി എന്ന് പറയുന്ന ആളുടെ പേരിൽ സ്ഥിരപ്പെട്ട ഒരു കറാമത്ത് ഉസ്താദ് എപ്പോഴെങ്കിലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലേ ആ കറാമത്തിന്റെ സത്യസന്ധത എന്താണെന്നുള്ളത് നമുക്കത് അപ്പോൾ വിശദീകരിക്കാം. ഉസ്താദ് പറയും. പക്ഷെ ഇന്ന് ആ മഹാനെ ഈ സമൂഹത്തിൽ ഇത്രമാത്രം മോശപ്പേരാക്കിയത്, ചീത്തപ്പേരാക്കിയത് ഈ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അതെ, അത് ഈ സൂഫികളും കള്ളസൂഫികളും അല്ല. അതിനു മുമ്പ് കാന്തപുരം പറഞ്ഞിട്ടില്ലേ, പകര പറഞ്ഞിട്ടില്ലേ, അതുപോലെ എത്രയെത്ര മുസ്ലിയാക്കന്മാർ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് AP വിഭാഗം മുസ്ലിയാക്കന്മാരല്ലേ? കാന്തപുരം പറഞ്ഞത് എന്താണ്? എന്നെ ഇന്നും അന്നും, ഏത് ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും തദ്ബീറിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ കേൾക്കിയത് ഷെയ്ഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എങ്ങനെ ഈ CM എന്ന് പറയുന്ന ആള് ഹയാത്ത് കാലത്ത് മൂപ്പരെ നിയന്ത്രിച്ചിരുന്നു, ഇപ്പോൾ വഫാത്തിന് ശേഷം നിയന്ത്രിക്കേണ്ടതെന്നുള്ളതാ. കിതാബോധി പഠിച്ച ഉസ്താക്കന്മാർ മറുപടി പറയണം. കാന്തപുരം പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറയും. ഓക്കെ, കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, വീഡിയോ നീണ്ടു പോകുള്ളൂ. എന്തായാലും ഉസ്താദ് കുറച്ചുകൂടി പറയട്ടെ. മദനി ഉസ്താദ് പറയും. എന്തെല്ലാം പാട്ടാണെന്നറിയും. ഒരുത്തൻ അങ്ങോട്ട് വന്ന് നിന്നിട്ട് തലയിൽ ഒരു കറുത്ത തുണിയും കെട്ടിയിട്ട് മ്യൂസിക്കൊക്കെ ഉള്ള പാട്ടാണ്. മ്യൂസിക് തന്നെ ഇസ്ലാമിൽ അനുവദനീയമല്ല.
ഈ ചെണ്ടമുട്ടും താളമേളങ്ങളൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അതൊക്കെ ഇട്ടുകൊണ്ടിട്ട് വായിൽ തോന്നിയത് അങ്ങോട്ട് പാടുകയാണ്. സിദ്റത്തുൽ മുന്തഹ കടന്നുപോയോരെന്നൊക്കെയാണ് CM വലിയുല്ലാഹിയെ കുറിച്ച് ചോദിക്കുന്നത്. ഇനി പാട്ട് ഞാൻ കാണിക്കാന്ന് പറഞ്ഞു, ഞാനല്ല, ഇതിൽ തന്നെ ആ പാട്ട് വരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഇവിടെ സിദ്റത്തുൽ മുന്തഹ കടന്നുപോയി എന്ന് പറഞ്ഞപ്പോഴൊക്കെയാണ് ഇവർക്ക് വിഷമം ഉണ്ടായിട്ടുള്ളത്. ലോകം നിയന്ത്രിക്കുന്ന കുത്തുബുല്ലാലം അതാരാണ്? CM മടവൂർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ലല്ലോ അല്ലേ? അന്ന് ഈ സാധുവിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ വിഷമം ഉണ്ടായി, അന്നത് പറഞ്ഞിരുന്നു. അന്ന് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തെറി പറഞ്ഞിരുന്നു, അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നവരൊക്കെ മനസ്സിലാക്കട്ടെ. എന്തായാലും പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. സുന്ദുസി മടവൂര് സിദ്റപ്പൂവേ, സിദ്റത്തുൽ മുന്തഹ കടന്നവരെ. എന്താണ് ഈ സിദ്റത്തുൽ മുന്തഹ? ലോകത്തൊരു മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി തങ്ങളു മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വേറൊരാൾ പോയിട്ടില്ലാത്ത സിദ്റത്തുൽ മുന്തഹ CM മടവൂര് കടന്നുപോയി എന്ന് പാടുന്നവൻ CM മടവൂരിനെ സ്നേഹിക്കുകയാണോ ആക്ഷേപിക്കുകയാണോ? അതെന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അടങ്ങുന്ന ബദ്രീൻ അവർ എത്ര പേരാണ് എന്നുള്ളതിൽ തർക്കമുണ്ട്. എന്തായാലും 300 ചില്ലാനം ആളുകള് അവര് അബദർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബദർ നടന്ന പ്രദേശത്ത് ആ സ്ഥലത്ത് 1000-ഓളം വരുന്ന മക്ക മുശ്രിക്കുകളെ അവരെ നിയന്ത്രിക്കാൻ പോയിട്ട് 14 ആളുകൾ ജീവൻ വെടിയേണ്ടി വന്നു, ഷഹാദത്ത് വരിക്കേണ്ടി വന്നു. അവർക്ക് ആ 1000 ആളുകളെ പോലും ശരിക്കും നിയന്ത്രിക്കാൻ 14 ജീവനുകൾ അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കേണ്ടി വന്നപ്പോൾ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കണ CM ലോകം മുഴുവൻ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് ബദ്രീയീനാവുന്ന ഈ ആളുകൾക്ക് റസൂൽ അടക്കമുള്ള ബദ്രീയീന് 1000 ആളുകളെ നിയന്ത്രിക്കാൻ 14 ആളുടെ ജീവൻ നൽകേണ്ടി വന്നു അല്ലേ? മനസ്സിലാക്കണം. കുത്തുബുല്ലാൽ എന്ന് പറഞ്ഞാൽ എത്ര വലിയ അബദ്ധം ഉണ്ടെന്നുള്ള ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാണ്ടായി. ഉസ്താദ് പറയും. സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. വേറൊരു പാട്ടിൽ ഞാൻ കേട്ടതാണ്, ലോകമുണ്ടായത് അന്നു മുതൽ ഇന്ന് വരെ ഇതുപോലത്തെ ഒരു പവിഴം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ്. ആലം അല്ല പടച്ചത് മുതലിന്നോളം കണ്ടോ, നിങ്ങൾ മടവൂരെ പോലുള്ളൊരു മുത്തിനെ കണ്ടിട്ടുണ്ടോ? അമ്പിയ ഔലിയ സാക്ഷി. ഒരു മിനിറ്റ്, പാട്ടൊന്ന് നിർത്ത് കേട്ടോ. ഈ വിവരക്കേടല്ലേ പാടുന്നത്? ഉസ്താദെ, ഇത് മുൻപും പാടിയിരുന്നു. ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങൾക്ക് വലിയ ഇടങ്ങേറായി. എന്നാൽ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിനൊക്കെ ഇങ്ങനെ പിടിച്ച് തിരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഈ പറയപ്പെട്ട ഷെയ്ഖുന ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വിമാനങ്ങളൊക്കെ കൂട്ടിമുട്ടും, ട്രെയിനുകളൊക്കെ പാളം തെറ്റെന്ന് പറഞ്ഞ് നിങ്ങൾ അന്ന് കേട്ടിട്ടില്ലേ? ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും, തീവണ്ടി. നിങ്ങളുടെ ഡയറക്റ്റ് പറഞ്ഞ കാര്യം ഇത് ഞാൻ പലയിടത്തുനിന്നും വകതിലും അതുപോലെ തന്നെ പുസ്തകത്തിലും വായിച്ചു. ഇത് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് പറയുന്നത്. മാഷാ അല്ലാഹ് അത് പറയും. ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും, തീവണ്ടി കൂട്ടിമുട്ടും, ബസ് കൂട്ടിമുട്ടും എന്നൊക്കെ പറയും. അതെവിടെ ചേർന്ന് മൂപ്പനെ വീട്ടിൽ നിന്ന്. അലറത്തിൽ കുതിരത്തിൽ ഇങ്ങനെ കിടക്കാണ്. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത. ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത. ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത. ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഇത് അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. അപ്പൊ ഹദറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖുനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണും. എന്റെ അന്ന് നിങ്ങൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്, ഇതുപോലെ ഒരു കള്ള സൂഫി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഇതുപോലെ പാടിയപ്പോഴാണോ നിങ്ങൾക്ക് അതൊക്കെ ബോധോദയം ഉണ്ടായത്? നിങ്ങളെ കുറ്റം പറയല്ല, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും 1-2 എണ്ണത്തിനല്ല പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. പാട്ട് തുടരട്ടെ, ഉസ്താദ് പറയും. അമ്പിയ ഔലിയ സാക്ഷികളാണ്, കണ്ടിട്ടില്ല അവരിന്നോളം മടവൂരിലുള്ളതുപോൽ ദർശിച്ചില്ല. ഇന്നാലില്ല. ലോകമുണ്ടായ അന്നു മുതൽ ഇന്ന് വരെ ഇതുപോലത്തെ ഒരു പവിഴം, ഒരു മുത്തുണ്ടായിട്ടില്ല എന്ന് CM വലിയുല്ലാഹി എങ്ങാനും
ഇവനെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നും ചെയ്യൂലെന്ന്. കാര്യം എന്താണെന്നറിയോ? മൂപ്പര് അത് കേട്ടിട്ട് ചിരിച്ചിട്ട് അങ്ങനെ കിടക്കും. മൂപ്പരിന്റെ അവസ്ഥ അതായിരുന്നു ഉസ്താദേ. മദിന് ഉസ്താദേ, നിങ്ങള് കോട്ടയം ഭാഗം എവിടെയൊക്കെയാണല്ലോ അല്ലേ? ഞങ്ങൾ ഈ കോഴിക്കോടും മലപ്പുറം മണ്ണാർക്കാടും ഒക്കെ അടുത്തടുത്ത പ്രദേശമാണ്. പിന്നെ എനിക്കത് അറിയുമെന്നുള്ളത് അറിയുന്ന ആളുകൾ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് യാത്ര ചെയ്യാം. ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഹയാത്തിലുള്ള പല ആളുകളും എനിക്ക് വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചു ആരാണ് ഈ CM. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇടിയങ്ങര ഒരു വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. മൂപ്പര് ഹാലി ചോദിച്ചു. മൂപ്പര് പള്ളിക്കൊക്കെ ജമാഅക്ക് പോയാലുണ്ടോ? ഇവരാരും കണ്ടിട്ടില്ല. ജമാഅത്തിന് പോയാലും അതും കണ്ടിട്ടില്ല. നിസ്കരിക്കണതും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. മൂപ്പരെ രൂപം എങ്ങനെ, മൂപ്പര് താടിയൊക്കെ ഇങ്ങനെ പഠിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് പൗഡറൊക്കെ ഇട്ട് നല്ലൊരു ഡബിളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് എപ്പോഴും കുളിച്ച് പൗഡറും അത്രയൊക്കെ പൂശി ഇങ്ങനെ കിടക്കലാണ്. അപ്പോൾ മജീദ് ബാക്കവിക്ക് സംശയം, നിസ്കരിക്കാത്തവൻ ഒലിയാവുമോ? ഒലിയാകുമോ? അങ്ങനെ മൂപ്പര് നല്ലോണം പഠിച്ചപ്പോൾ മൂപ്പർക്ക് ഒരു സംശയമായി, ഇതിപ്പോൾ എന്താ ഒലിയെ? ഇൻഷാ അല്ലാ അങ്ങനെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ അബൂബക്കർ സാഹിബേ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഞാൻ വിളിക്കണ്ടേ. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട CM മടവൂരിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ, അദ്ദേഹം ഒരിക്കലും എനിക്ക് വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റിയില്ല, പിന്നീട് വിളിക്കാനും പറ്റിയില്ല, അദ്ദേഹത്തിന്റെ നമ്പർ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട CM മടവൂര് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഒന്നും ചെയ്യൂല എന്ന് പറയാൻ കാരണം ഞാൻ അള്ളയാണെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാജുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. അങ്ങനെ പറയുന്ന ബുദ്ധിയുള്ള അയാൾക്ക് അയാൾ എന്ത് ചെയ്യുന്നതാണ് ഉസ്താദെ ഹാരിസ് മദനി ഉസ്താദ് നിങ്ങൾ പറഞ്ഞത്? അത് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ഏതോ ജാരം കച്ചവടാക്കിയിട്ട് ഇത് വിലക്ക് വാങ്ങിയിട്ട് നടത്തുന്ന UK മജീദ് മുസ്ലിയാരില്ലേ, മൂപ്പര് എന്തേ പറഞ്ഞത്? അള്ളാഹിനെ പോലെ തന്നെയാണെന്ന് തോന്നുന്നത്. കേട്ടിട്ടില്ല നിങ്ങൾ? കേട്ടോ കാണി. ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM വലിയ പറഞ്ഞതാ. അതിന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുൻപ് അവിടുന്ന് ചൊല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എന്റെ ഉസ്താദ് ഇതുപോലുള്ള ഈ മജീദ് മുസ്ലിയാരുടെ ഒക്കെ ചെള്ളക്കൊന്ന് കൊടുത്തിട്ട് അത് തിരുത്താൻ പറയാറുന്നത് അള്ളാഹിനെ പോലെ തന്നെയാണ് തോന്നുന്നത്. എന്താ ഉസ്താദ് അതിന്റെ അപകടവശങ്ങൾ അന്ന് പറയാറുന്നത്? നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തിരുത്തുന്നുള്ള ഉറപ്പും കൊണ്ട് തന്നെയാണ് പറയുന്നത്. പറയും കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അതിന്റെ താഴെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. പറഞ്ഞു വെച്ചത് ഇതിലല്ല, മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റസൂലുള്ള എന്നെ വരെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനാണ് എന്നെ നിയന്ത്രിക്കുന്നത്. റസൂലുള്ളാന്റെ സ്വഹാബത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. റസൂലിനെയാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്. മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരാണ്. ആ ചരിത്രം പരിശോധിച്ചാൽ CMനോട് കടകമണിക്കൂർ തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല. CMനോട് കടകമണിക്കൂർ തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്തിദായി വജൂദിൽ ആലമി അല്ലാഹു മിസ്ലി, എന്നോട് പറയാൻ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ
എനിക്ക് തുല്യമായി ഒരാളില്ല കേട്ടോ, ഒരാളില്ല. ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാല മിസിലി. അപ്പൊ ഞാൻ മിസിലി എന്ന് പറഞ്ഞപ്പോ ഹേന്ന് ഞാനും പറഞ്ഞു, അപ്പൊ നെയ്യ് ഹേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഷീമുലിയുടെ പേരിൽ രണ്ടക്ഷരം കൊണ്ട് ഏത് തുടങ്ങിയോ എപ്പോ തുടങ്ങണോ അത് മുഴുവനും ഉന്നതിയിലാണ്. അതിന് തുല്യത ഉണ്ടാവില്ല. എങ്ങനെ അത് വളർന്നു ഉയരുന്നു പറയാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് റസൂലുള്ള തന്നെയായിരുന്നു സ്വഹാബാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതും നിയന്ത്രിച്ചിരുന്നതും. റസൂലുള്ള വഫാത്തായിട്ട് ഒരു സ്വഹാബി പോലും പറഞ്ഞിട്ടില്ല റസൂലുള്ളയാണ് ഈ പറയപ്പെട്ട ഏതെങ്കിലും സ്വഹാബിനെ നിയന്ത്രിക്കണേ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദമാരിൽ പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞല്ലേ, നേരത്തെ കേൾപ്പിച്ചല്ലേ നമ്മള് ഇല്ലേ? പറയും. ബദിരീങ്ങളെയൊക്കെ നിസാരം കൊടുത്താണ്. ആരാണ് ബദിരീങ്ങള്? ഇസ്ലാമിന്റെ ആദ്യ യുദ്ധഭൂമിയിലേക്ക് നിറപ്പട്ടിണിയോടുകൂടി ആയുധങ്ങളില്ലാതെ 1000-ഓളം വരുന്ന ഇരുട്ടിന്റെ ഉപാസകരോട് സമരത്തിന് തയ്യാറായ നിറപ്പട്ടിണിയുള്ള പാവങ്ങൾ. അപ്പുറത്തുള്ളത് അബൂജഹലാണ്. കയ്യില് വാളാണ്, വാഹനമുണ്ട്, ഭക്ഷിച്ചിട്ടുണ്ട്. തലേ ദിവസം അവിടെ ആനന്ദം കൊള്ളുകയായിരുന്നു. നാളെ മുഹമ്മദിന്റെയും കൂട്ടരുടെയും പണി തീർക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും പതറാതെ നിന്ന് പോരാടിയ ഇത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ 2 തവണ പറഞ്ഞത്, 3-ാം തവണയും പറയുന്നു. പറയപ്പെട്ട 1000-ഓളം വരുന്ന മക്ക മുശ്രിക്കുകളെ നിയന്ത്രിക്കുവാൻ വേണ്ടി 14 സ്വഹാബാക്കളുടെ ജീവൻ അവിടെ ഷഹാദത്തിന്റെ മാർഗത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഫീസബീലായിക്കൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് ഷഹാദത്തിന്റെ മാർഗത്തിൽ ഷഹീദായിക്കൊണ്ട് അവിടെ ഈ പറയപ്പെട്ട 1000-ലുള്ള മക്ക മുശ്രിക്കുകളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. 70 ആളെ വധിച്ചു, 70 ആളെ ബന്ദികളാക്കി, ബാക്കിയുള്ളവർ പ്രദേശത്തുള്ള 1000 ആളുകളെ നിയന്ത്രിക്കാൻ പോലും ഈ 300 ആളുകൾക്ക് ചെയ്യേണ്ടി വന്നു. ഇവിടെ മരച്ചെട്ടി കടന്നിരുന്ന CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാണ്, ഫ്ലൈറ്റുകളൊക്കെ നിയന്ത്രിക്കാണ്, ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും എന്നൊക്കെ പറയുന്നത് പണ്ട് കേട്ടിട്ട് എന്റെ ഉസ്താദ് നിങ്ങൾക്ക് ഇത് ഓർമ്മ വരാതിരുന്നത്? UAE വിസിറ്റിങ്ങിന് പോയപ്പോ പെട്ടെന്ന് അവിടെ എത്തി 2ാമത്തെ ദിവസം ഒരു വയറുവേദന വരികയാണ്. അതാ ശക്തമായ വയറുവേദന. പെട്ടെന്ന് ദുബൈ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ എന്നെ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഡോക്ടർമാര് വന്നിട്ട് പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് പറയുന്നു, ഇത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ കഴിയില്ല, അത് റാഷിദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങോട്ട് അത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ആംബുലൻസിന് കൂട്ടത്തിൽ ഒരാളുണ്ട് ഇരിക്കുന്നത് സഹായിയായിട്ട്. അമ്മാവൻ പറയുന്നു, ഞാനാകെ ബേജാറായി വിഷമിച്ച് പ്രയാസപ്പെട്ടപ്പോ നിങ്ങൾ CM വലിയുള്ളാന്റെ ആളല്ലേ, ഒന്ന് വിളിച്ചൂടെ, കുത്തുബുൽ ആലമീനെ ഒന്ന് വിളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആംബുലൻസിൽ മലർന്നു കിടക്കുന്നു. എന്നെ കീറി മുറിക്കാൻ കൊണ്ടുപോകുമ്പോ ഞാൻ ആ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് കുത്തുബുൽ ആലമീനെ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പെട്ടെന്നൊരാളതാ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആംബുലൻസിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റിംഗ് നടത്തി. ടെസ്റ്റിംഗിലൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗമില്ല. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയെന്നെ തിരിച്ച് ഓപ്പറേഷൻ ഇല്ലാതെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടി അവിടെ മുഴുവനും നടന്നു. ഒരു പ്രശ്നവും എനിക്കില്ല. ആ ഒരു രോഗത്തിന് വേണ്ടി ഇന്ന് വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, മരുന്ന് കുടിച്ചിട്ടില്ല. ഉസ്താദെ, സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ്, പാണ്ഡിത്യമില്ല, കിതാബോധി പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു റേഞ്ചും ഇല്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതുണ്ട്. ഇവിടെ സുഹരി ഉസ്താദ്, അൻസാരി സുഹരി പോലെയുള്ള താങ്കളെ പോലെയുള്ള ആളുകൾ തൗഹീദ് പറയുന്നത് കേൾക്കുമ്പോൾ, പേരുടെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ തൗഹീദ് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് ഈ വീഡിയോ നീണ്ടു പോകുന്നു. അല്പം കൂടി ഉസ്താദ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ടും പതറാതെ നിന്ന് പോരാടിയ ആ 313ന്റെ മേൽ വേറൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത് വേറെ സ്ഥലത്താണ്. അവൻ ഏത് മഹബത്തിന്റെ പേര് പറഞ്ഞാൽ
അപ്പൊ ആരെയൊക്കെയാണ് ചികിത്സിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനം എടുക്കാം. ആദ്യം ഈ പറയപ്പെട്ട അന കുത്തുബുല്ലാലം, അന അല്ല, അതുപോലെ മറ്റുള്ള കുറേ സംഭവവികാസങ്ങൾ പറഞ്ഞ CM ചികിത്സിക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മഹാനാണ് എന്നൊക്കെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാത്തിനും പരിഹാരം നൽകിയ അല്ലാഹു വലിയ അധികാരം നൽകിയ മഹാൻ ഖുത്ബുൽ ആലം ശൈഖ് മടവൂർ കൊടുവള്ളിയിലെ അസീസ് മുസ്ലിയാരുണ്ട്, അമ്പലക്കണ്ടി അസീസ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തു. മുഅ്മിനീങ്ങളെ, ശൈഖുനാനോട് ചെന്ന് സങ്കടം പറഞ്ഞു. കോഴിക്കോട് ബഹുമാനപ്പെട്ടവർ ഉള്ള സമയത്ത് ശൈഖുനാനോട് വന്ന് സങ്കടം പറഞ്ഞു, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ശൈഖുന പറഞ്ഞു മരിച്ചിട്ടില്ല, ഡോക്ടർമാർ എഴുതി കൊടുത്തു മരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ശൈഖുനയതാ ആ മനുഷ്യന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. ആർക്കും പ്രവേശനമില്ലാത്ത രാത്രി സമയത്താണ്. ശൈഖുന വാർഡനോട് പറഞ്ഞു, തുറക്കടാ വാതില്. ആർക്കും തുറന്നു കൊടുക്കാറില്ല. ഞെട്ടിപ്പോയി അദ്ദേഹം തുറന്നു കൊടുത്തു. ശൈഖുന നടന്നു കയറി. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിനെ മരണപ്പെട്ടിട്ട് വസ്ത്രങ്ങൾ അഴിച്ചിട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് കഴുത്ത് കെട്ടിയിട്ട് നിലത്തിങ്ങനെ കിടത്തിയിരിക്കുകയാ. ശൈഖുന ചൂടായിട്ട് പറഞ്ഞു, ആരാ ഇവിടെ കിടത്താൻ പറഞ്ഞത്? കട്ടിലിലേക്ക് കിടത്തു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് തവണ വിശാല ചരിത്രം, ഒരുപാട് തവണ ആ പെണ്ണിനെ ശൈഖുന അങ്ങ് അടിച്ചു. സുബ്ഹാനല്ലാഹ്, അവസാനം ശൈഖുന കണ്ണു തുറന്നു. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ആ പെണ്ണിന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഡോക്ടർമാർ എഴുതി കൊടുത്ത മരണത്തിന്റെ റിപ്പോർട്ടുമുണ്ട്. അവർക്ക് വേണ്ടി കുഴിച്ച ഖബർ ഇന്നും മൂടാതെ ആ നാട്ടിലുണ്ട്. ഇതൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാണ്, ജീവിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ വിവരക്കേട് പറയാമായിരുന്നു. അതേപോലെ ചികിത്സിക്കേണ്ട മറ്റൊരു വ്യക്തി, അതിനിപ്പോ ചികിത്സിക്കണോ ഇനി പറഞ്ഞു മനസ്സിലാക്കണോ നിങ്ങൾ തീരുമാനിച്ചോളി. ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും എന്നെ തദ്ബീറിലാക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പറഞ്ഞ ആളോട് എന്താണ് അതിന്റെ സമീപനം നിങ്ങൾ തീരുമാനിച്ചോളൂ. അതുപോലെ തന്നെ അള്ളാനെ പോലെ തന്നെ തോന്നുന്നു പറഞ്ഞാൽ മജീദ് മൊയ്ലിയാരുടെ കാര്യം എന്താണെന്ന് താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്, അതൊന്ന് തീരുമാനം എടുത്തോളിയും. അതുപോലെ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടും, ഏത് CM ഉറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം നിങ്ങളുടെ എടുത്തോളിയും. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പറയും. കൂടിപ്പോകരുത്, നമ്മൾ വീണു പോകരുത്. നമ്മൾ സ്നേഹിക്കണം, നമ്മൾ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം. ഔലിയാക്കളെ സ്നേഹിക്കണം, അമ്പിയാക്കളെ സ്നേഹിക്കണം. മദ്ഹ് പറഞ്ഞ് മുത്തുനബിയെ പടച്ചോനാക്കാൻ പറ്റുമോ? ആ തിരുനബിയെ പടച്ചോനാക്കാൻ പറ്റുമോ? എന്നിട്ടല്ലേ ഇപ്പൊ CM മടവൂരാണ് പടച്ചോനെന്ന് പാടി. തിരുനബിയെ അല്ല പടച്ചോനാക്കിയത്, ഇവിടെ CM മടവൂരിനെ പടച്ചോനാക്കിയാലും അടക്കങ്ങളെ കൂട്ടത്തിലുണ്ട് എന്നാണ് ഉസ്താദ് നിങ്ങളെടുത്ത് പറയണതേ. നിങ്ങളെന്താ അത് ചോദിക്കാത്ത? തിരുനബിയെ പടച്ചോനാക്കാൻ പറ്റൂല, ആരെയും പടച്ചോനാക്കാൻ പറ്റില്ല. പടച്ചോൻ തന്നെ ഉള്ളൂ, പടച്ചോന് മേലെ വേറൊന്നുമില്ല. പറ്റുമോ? എന്നിട്ടല്ലേ ഇപ്പൊ CM മടവൂരാണ് പടച്ചോനെന്ന് പാടിയ ഒരു ആദിയുള്ള രാജ്യമാണ്. ഞാനിങ്ങനെ പറയേണ്ടി വന്നത്, കുറെ ആളുകൾ അതിനകത്ത് പോയിട്ട് മാഷാ അല്ലാഹ് എഴുതുക. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ചെയ്യരുത്, ഈമാൻ തെറ്റിപ്പോകും. ഹാരിസ് മദനി ഉസ്താദ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യസന്ധമായിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി തുറന്നു പറയേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഹാരിസ് മദനി ഉസ്താദ് തെറ്റൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. പിന്നെ CM കുറിച്ച് അദ്ദേഹം വെച്ച് പുലർത്തുന്ന ചില നിഗമനങ്ങൾ അത് ഒരു പക്ഷേ അതുവഴിയെ പോകുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലകെട്ടിന്റെ ഉള്ളില് ആൾക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ? ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലകെട്ടിന്റെ ഉള്ളില് ആൾക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ? പറയട നീയാരാ? സമുദായത്തിൻ മുമ്പിലെ കേമ കെട്ടി വലിച്ച് ഹിസാബിൻ മുറ്റത്ത് കൊണ്ടിടും മടവൂരിന്റെ അധികാരം എണ്ണി പറയണം. നീ എണ്ണം പിടിച്ചിരുന്നു കുത്തുപോലിയേ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത്. അതിന്റെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം, മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമാവുന്നതനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ പെടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശൈഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ
നിക്കായിലെ സാക്ഷിക്ക് വരെ അയാളെ പറ്റൂലെന്നാ, പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കിന് ശേഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞൊരു തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞൊരു തെരീക്കത്ത് ഇവിടെ ഉണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശൈഖാണെന്ന് പറയുന്നുമില്ല. CM വലിയുള്ളാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്താവുക പറഞ്ഞു തന്നെ. അപ്പൊ അതും പറഞ്ഞു വേറൊരാള് മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നുമില്ല എന്ന് പറഞ്ഞു മൂപ്പര്. ഞാവും ജതുബിലാവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്നെ പറ്റി ചിലവ് പറയും ആ മൂപ്പര് മടവൂരിനെ അംഗീകരിക്കൂല. ഞാൻ മടവൂരിന് നേരത്തെ ബന്ധമുള്ള ആളാ. പല ബന്ധവും എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അസർവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൂപ്പരെ പറ്റി കുത്തുബുല്ലാലം എന്ന് പറഞ്ഞ് ഞാൻ പറയില്ല. അതപ്പ പറഞ്ഞു. നല്ല വിലായത്ത് അംഗീകരിക്കാനില്ല. കുത്തുബുല്ലാലം എന്നാണ് മൂപ്പരുടെ പേര് എന്നാലും പറഞ്ഞു. അതാ മൂപ്പർ മൊത്തമായിരുന്നു. ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിന്റെ ഉള്ളില്? ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ? ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിന്റെ ഉള്ളില്? ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ? പറയട 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 നീയാടാ? സമുദായത്തിൻ മുമ്പിലെ കേമ കെട്ടിവലിച്ച് ഹിസാബിൻ മുറ്റത്ത് കൊണ്ടിടും മടവൂരിന്റെ അധികാരം എണ്ണിപ്പറയണം. നീ എണ്ണം പിടിച്ചിരുന്നു. ആരാടാ മജ്ദൂബ് മജ്നൂനും നീയല്ലേ? ആരാടാ പീരാന്തിന്റെ തലക്കെട്ടിന്റെ ഉള്ളില്? ആർക്കാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ?